എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. പി കിസാൻ സമ്മാൻ നിധിയിൽ ഇന്നലെയും തുക വിതരണങ്ങൾ നടന്നിരുന്നു. ഇന്നലെ തുക ലഭിക്കാതിരുന്ന ആൾക്കാർക്ക് ഇന്നലെ തുക എത്തിയിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്ത കേസുകൾ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്നെ മെസ്സേജ് അയച്ച് പറഞ്ഞു, പേഴ്സണലി പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അവർക്ക് തുക ലഭിച്ചിരുന്നു. ഇന്നലെയാണ് രാവിലെ ആ പേയ്മെൻറ്റ് വന്നതെന്നുള്ളത് എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അത് ഒരാഴ്ച മുമ്പ് നമ്മൾ ചെയ്ത് കൊടുത്തൊരു കാര്യമാണ്. അത് ബാങ്കിൻ്റെ ഇഷ്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബാങ്കിൻ്റെ ഇഷ്യൂ നമ്മൾ മാറ്റി കൊടുത്തുകൊണ്ടാണ് ആ പേയ്മെൻ്റ് അവിടെ കയറിയത്. അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഇന്ന് നിങ്ങൾക്ക് തുക ലഭിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് മാക്സിമം ഓടിയിട്ടും പറ്റുന്നില്ല എന്നുള്ള കേസ് മാത്രം ഉണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, ഞാനത് ചെയ്തു തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് അത് പറയാൻ പറ്റുന്ന തരത്തിൽ എനിക്ക് പേയ്മെൻറ്റ്സ് ഉള്ളതാണ്. ഈ പേയ്മെൻറ്റ്സ് ഞാൻ മേടിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് തരുന്നത്. എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ പറ്റുമെന്ന് പറയും, ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയും, അത് അങ്ങനെ ചെയ്യാൻ പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അവിടെ ചെന്നിട്ട് ഉടനെ അക്ഷയയിൽ ചെന്ന് അന്വേഷിക്കുക, കൃഷി ഓഫീസിൽ നിന്ന് അന്വേഷിക്കുക. എന്നാൽ പിന്നെ ഇവർക്കൊക്കെ ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നല്ലോ ഈ നിമിഷം വരെ നിങ്ങൾക്ക് ചെയ്തു തരാമായിരുന്നു. ചെയ്തു തന്നോ? ഇല്ല. അപ്പോൾ അന്വേഷിക്കുമ്പോൾ തന്നെ അവർ അയ്യോ അതിൻ്റെ ആവശ്യമില്ല, ഒന്നുമില്ല. ചില വിഡ്ഢികളുണ്ട്. ആ വിഡ്ഢികൾ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയും വേണ്ട, വിളിക്കുകയും വേണ്ട. അല്ലാതെ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് തുക വേണം. നിങ്ങൾ നിലവിലൊരു 18 തൊട്ട് നിങ്ങളുടെ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാവണം. ഈ സമയം വരെ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ ആ ഒരു പൈസ ഞാൻ വാങ്ങിച്ചു തരാം എന്നുള്ള ധൈര്യം എനിക്കുണ്ട്. ഈ കേരളത്തിൽ അത്രയും വീഡിയോ ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ല. പക്ഷെ എന്നാലും പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറഞ്ഞ് കുറേ എണ്ണം ഇരിപ്പുണ്ട്. അത് കാണുന്നത് പോയി അവിടെ പോയി കണ്ടുവച്ച് അതിൻ്റെ താഴെ കമൻറ്റ് വിട്ടുകൊണ്ട് വായും പൊളിച്ചിരിക്കത്തേ ഉള്ളൂ. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ ക്ഷേമപെൻഷൻ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയുള്ളൂ. അപ്പോൾ എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് സൗണ്ടിന് ഇച്ചിരി വ്യത്യാസങ്ങൾ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ഇന്നലെ പൈസകൾ വന്നിട്ടുള്ളവർ നിങ്ങളുടെ PFMS ചെക്ക് ചെയ്ത് നോക്കുക. അല്ലാതെ പേയ്മെൻറ്റ്സ് ഒരിക്കലും ലഭിക്കുകയില്ല. നിങ്ങൾ അത്രയും നടന്നിട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാനത് ചെയ്തു തരാം. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.